Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ഫിറ്റ്നസ് നിർബന്ധമാക്കണം എന്നായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. ഒരു നല്ല വിവാഹ ജീവിതം നമ്മൾ കണ്ടെത്തുന്ന ഒന്നല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. വിവാഹം ഒരു മരം നടുന്നത് പോലെയാണ്. ശക്തമായി വളരാൻ അതിന് ബലഭൂയിഷ്ഠമായ വിശ്വാസം, ട്രാൻസ്പെറൻസി, ആരോഗ്യം എല്ലാം അടങ്ങിയ മണ്ണ് ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ മലിനമായ മണ്ണിൽ അത് നട്ടുപിടിപ്പിച്ചാൽ അതെന്ത് സംഭവിക്കും? അത് അവിടെ നിന്ന് വളരാനും നിലനിൽക്കാനും പാടുപെടും, അല്ലേ? വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം എൻ്റെ അടുത്തെത്തിയ ഒരു യുവ ദമ്പതികളെ കുറിച്ചുള്ളതാണ് ഈ അനുഭവ കഥ. രണ്ടുപേരും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. 6 മാസത്തോളം സംസാരിക്കുകയും നേരിട്ട് കാണുകയും പരസ്പരം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു അവരുടെ അറേഞ്ച്ഡ് മാരേജ്. വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഹണിമൂണിനായിട്ട് അവർ കുളു മനാലിയിൽ പോയത്. അവിടെ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സ്വകാര്യ ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലും തടിപ്പുകളും വേദനയും ഉണ്ടായി. അവർ നാട്ടിലെത്തിയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, കൊച്ചിയിൽ. ആ ഡോക്ടർ അവരെ എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് ഹെർപ്പിസ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി പറഞ്ഞയച്ചു. അവർ റീസെൻ്റ്ലി മാരീഡായ ഒരു ഹണിമൂൺ പീരീഡിൽ ആയിരുന്നത് കൊണ്ട് കൂടുതൽ ഡിസ്കഷനിലേക്ക് ഞാൻ പോയില്ല. പക്ഷെ ആ പെൺകുട്ടി തനിക്ക് ഹെർപ്പിസ് ആണെന്ന് മനസ്സിലാക്കിയതിനാൽ അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും വിവാഹത്തിന് മുമ്പ് ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും എന്നെ കാണാൻ വന്നു. ഞാൻ രണ്ടുപേരോടും തനിയെ സംസാരിച്ചപ്പോഴും അവർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ അപ്പോൾ അവർ രണ്ടുപേരുടെയും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനായി ആവശ്യപ്പെട്ടു. അന്ന് രാത്രി ആ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് അതിനു മുമ്പ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഒരു പബ്ബിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രാവശ്യം റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും അതിനുശേഷം ചെറിയ പ്രശ്നങ്ങൾ സ്വകാര്യ ഭാഗത്ത് ഉണ്ടായെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആരെയും കാണിച്ചതുമില്ല, തനിയെ മാറുകയും ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തനിയെ മാറിപ്പോയത് കൊണ്ട് സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നും പറഞ്ഞു. അതൊരിക്കലും ഒരു STD ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഒരു ടെസ്റ്റും ചെയ്യാത്തതും കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കുന്ന കുട്ടിയോട് പറയാതിരുന്നതും എന്ന് പറഞ്ഞ് എന്നോട് കരയാൻ തുടങ്ങിയാൽ ഭാര്യ ആകെ ദേഷ്യത്തിലാണെന്നും ഒന്നും മിണ്ടുന്നില്ലെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഹസ്ബൻഡിന് നേരത്തെ ഹെർപ്പിസ് വന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളതായി ടെസ്റ്റുകളിൽ കണ്ടു. അതുകൂടാതെ അദ്ദേഹത്തിന് സിഫിലിസ് എന്ന രോഗമുണ്ടെന്നും ടെസ്റ്റിൽ കണ്ടു. ഈ 2 രോഗങ്ങളും ചിലപ്പോൾ ചികിത്സിക്കാതെ തന്നെ ലക്ഷണങ്ങൾ തൽക്കാലത്തേക്ക് കുറഞ്ഞു കാണാറുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു ഡോക്ടറെയും നേരത്തെ കാണിക്കാതിരുന്നത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്നപ്പോൾ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത്. ഈ സംഭവം അവരുടെ ബന്ധത്തിൽ ഒരു ടിക്കിംഗ് ടൈം ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു. വിശ്വാസക്കുറവും പരസ്പരം കുറ്റപ്പെടുത്തലുകളും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഹൃദയഭേദകമായ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായും പറ്റും, അല്ലേ? വിവാഹത്തിന് മുമ്പ് ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും രണ്ടുപേരും ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. ഇവിടെ ഭാര്യയുടെയും STI സ്ക്രീനുകൾ ടെസ്റ്റും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അത്? ഭാര്യയ്ക്ക് യാതൊരു വിധത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ രണ്ടുപേരും ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയും അത് രണ്ടുപേരും ചെയ്യുന്നതിന് പ്രചോദനമാവുകയും ചെയ്യും. ഒരാൾ മാത്രം ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സംശയത്തിന് ചാൻസ് ഉണ്ട്. കൂടാതെ രണ്ടുപേരും ചെയ്യണമെന്ന് വിവാഹത്തിന് മുമ്പ് പറയുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനും പറ്റും. വിവാഹത്തിന് മുമ്പുള്ള ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് STD സ്ക്രീനിങ് ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനും വേണ്ടുന്ന ചികിത്സകൾ എടുക്കാനും പറ്റുമായിരുന്നു. HIV ഒഴിച്ച് ബാക്കിയുള്ള ലൈംഗിക രോഗങ്ങളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ദമ്പതികൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുമ്പോൾ അവർ പരസ്പരം ശാരീരികമായി സംരക്ഷിക്കുക മാത്രമല്ല, വിശ്വാസത്തിലും സത്യസന്ധതയിലും വേരൂന്നിയ ഒരു ബന്ധം കെട്ടിപ്പടുക്കുകയാണ്. മാത്രമല്ല, വിവാഹമെന്നത് തന്നെയല്ലേ. ചിലപ്പോൾ നമുക്ക് യാദൃച്ഛികമായ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടും ആവാം, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടുള്ളതുമാവാം.
രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിച്ചതുമാവാം. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ശാരീരിക ബന്ധം ആവണമെന്നുമില്ല. ഇനി കംപ്ലീറ്റായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് കൊണ്ട് പലരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് പതിവാണ്. STD സ്ക്രീനിങ് വഴി മറഞ്ഞിരിക്കുന്ന ഇൻഫെക്ഷനുകൾ കണ്ടെത്താനാവും. ഹെർപ്പിസ്, സിഫിലിസ്, ക്ലെമിഡിയ ഇൻഫെക്ഷൻ, HIV, ഹെപ്പറ്റൈറ്റിസ് B, C മുതലായ ഇൻഫെക്ഷനുകൾ ചിലപ്പോൾ ലക്ഷണങ്ങൾ കണ്ടുവരാൻ താമസം എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻറ്റിനെ ജനറലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചിലർക്ക് ഹെർപ്പിസും സിഫിലിസും എല്ലാം പോസിറ്റീവായി കാണാറുണ്ട്. അവർക്ക് പണ്ടെങ്ങോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതാവാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമെങ്കിലും ക്രോണിക് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവയെല്ലാം തന്നെ വന്ധ്യത പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മുടെ ദാമ്പത്യത്തിൻ്റെയും ആണിക്കല്ലായി മാറണ്ടേ? എല്ലാത്തിനും ഉപരി ഒരു നല്ല ദാമ്പത്യം കെട്ടിപ്പടുക്കുന്നത് സ്നേഹത്തിൽ മാത്രമല്ല, അത് വിശ്വാസത്തിലും ട്രാൻസ്പെറൻസിയിലും അധിഷ്ഠിതമായ പരസ്പരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ സംസാരിക്കാം.